പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികൾക്ക് OCI കാർഡിനെ പുതുക്കാവുന്നത് ജൂൺ 30 വരെയാക്കി നീട്ടിയിരിക്കുകയാണ്. OCI കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർ നേരിട്ടിരുന്ന പ്രശ്നത്തിന് വ്യക്തതയും സാവകാശവും മുൻനിർത്തിക്കൊണ്ടായിരുന്നു തീയതി നീട്ടിയത്. 20 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 50 വയസ്സ് കഴിഞ്ഞവരും പാസ്പോർട്ട് പുതുക്കുന്നതിനൊപ്പം OCI കാർഡും പുതുക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രേഖാമൂലം പുറത്തിറക്കിയിരിക്കുന്നത്. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ എംബസികളും ഈ ഉത്തരവ് ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിലവിൽ ഇത്തരത്തിൽ OCI കാർഡ് പുതുക്കാത്തവർക്ക് 2020 ജൂൺ 30 വരെ ഇതിനുള്ള കാലാവധി നീട്ടി നൽകുന്നതായും ഉത്തരവ് വ്യക്തമാക്കുന്നു. സർക്കാർ നീട്ടി നൽകിയ കാലാവധിയിൽ എല്ലാവരും കാർഡ് പുതുക്കാൻ തയ്യാറാകണമെന്നും ഇക്കാര്യത്തിൽ ഇനിയൊരിളവ് ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കിയിരുന്നു. ഇതിനോടകം തന്നെ കർശന നിലപാട് സ്വീകരിക്കാനാണ് നീക്കം. ലണ്ടനിലെ നെഹ്റു സെന്ററിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഒരുക്കിയ സ്വീകരണ പരിപാടിയിലായിരുന്നു OCI പുതുക്കാൻ സർക്കാർ അനുവദിച്ച സാവകാശത്തെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചത് തന്നെ. അങ്ങനെ ജൂൺ 30 വരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് OCI കാർഡ് ലഭ്യമാകുന്നതായിരിക്കും. ആലേഖനം ചെയ്ത പഴയ പാസ്പോർട്ട് കൂടി കയ്യിൽ കരുതിയാൽ യാത്രയ്ക്ക് തടസ്സമുണ്ടാകില്ല. 2 വർഷത്തോളമായി വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാരെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നമായിരുന്നു ഇക്കാര്യത്തിലെ അവ്യക്തത എന്നത്. എംബസികളുടെയും മറ്റും വെബ്സൈറ്റുകളിൽ 20 വയസ്സിൽ താഴെയുള്ളവരും 50 വയസ്സ് കഴിഞ്ഞവരും പാസ്പോർട്ട് പുതുക്കുമ്പോൾ OCI കാർഡ് പുതുക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച് അവ്യക്തത നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഇതിനാൽ പലരും പുതുക്കൽ നടപടികൾ നീട്ടിവെക്കുകയുണ്ടായി. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നും നാട്ടിലേക്ക് യാത്രയ്ക്കായി എയർപോർട്ടിലെത്തിയ പലരെയും ഇതിന്റെ പേരിൽ എയർലൈൻസ് അധികൃതർ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ പരാതിയുടെ പ്രവാഹം കൂടുതലായിരുന്നു. പലരുടെയും യാത്ര ഇക്കാരണത്താൽ മുടങ്ങുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവ്യക്തത നീക്കിയും ഇതിനായി അപേക്ഷിക്കാൻ 6 മാസം കാലാവധി നീട്ടി നൽകിയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാർഡ് പുതുക്കുന്നതിലെ സങ്കീർണതയും ഇതിനായി ഒന്നിലധികം തവണ VFSന്റെ ഓഫീസുകളിൽ മുൻകൂട്ടി സമയം നിശ്ചയിച്ചു പോകേണ്ട ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് പലരും പുതുക്കൽ നിർദ്ദേശത്തെ അവഗണിച്ചിരുന്നത്. ഇതിനായി എംബസികൾ ഈടാക്കുന്ന ഫീസും വലിയ തുക തന്നെയായിരുന്നു. ഇതെല്ലാം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയ മന്ത്രി വി മുരളീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കർശന നിലപാട് സ്വീകരിക്കുമെന്നതാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.